അസ്സലാമു അലൈക്കും. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു അടിപൊളി അറബിക് സ്നാക്കായ മുത്തബഖ് ആയിട്ടാണ് വന്നത്. നല്ല അടിപൊളി ടേസ്റ്റായ ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ചിക്കൻ്റെ മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. ഇപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 സവാള ഇട്ട് കൊടുക്കാം. ഞാൻ മീഡിയം സൈസിലെ 2 സവാള എടുത്തത്. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റി വരണം. നന്നായിട്ടൊന്ന് ഇതുപോലെ വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളക് എടുക്കുക. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ഇങ്ങനെ ഇടുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഇതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒപ്പരം ഒന്ന് പേസ്റ്റാക്കിയാൽ മതി. അപ്പോൾ കടിക്കാൻ കിട്ടൂല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളീൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി കുറച്ച് മാത്രം ഇട്ടാൽ മതി. ഞാനിപ്പോൾ ചെറിയ തക്കാളീൻ്റെ ഒരു ചെറിയ പകുതി കഷ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് വേവിച്ച ചിക്കനാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് മിക്സ് ആയി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് പെപ്പർ പൊടി. മഞ്ഞൾ പൊടി കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ മഞ്ഞൾ ഇട്ടിനല്ലോ. കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് ആ മസാലപ്പൊടീൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലുള്ള ഇഷ്ടമിടുന്നവർക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ മല്ലിച്ചപ്പ് മാത്രമേ ഇട്ടുള്ളൂ. അങ്ങനെ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ വേണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് ഓയിലും ഉപ്പെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഓയിലെല്ലാം ഒഴിച്ചതുകൊണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെപ്പർ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലൊരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയ്ക്ക് ഈ മുട്ട അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് മസാല ഇവിടെ കുറച്ചാണുള്ളൂ. അപ്പോൾ കൂടുതൽ മസാല ഉണ്ടെങ്കിൽ മുട്ടേൻ്റെ അളവ് കൂട്ടണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുട്ടയും മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ചെറിയൊരു ഡോ എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ പരത്തുന്ന സമയത്ത് വേറെ പൊടികളൊന്നും യൂസ് ചെയ്യരുത്. ഇതുപോലെ തന്നെ കണക്കി കുറച്ച് ഓയിലാക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ നല്ല നൈസായിട്ട് വേണം ഒന്ന് പരത്തിയെടുക്കാൻ. അപ്പം ഞാൻ ഇത് നന്നായിട്ട് തിന്നായി പരത്തിയിട്ടുണ്ട്. നല്ല തിന്നായി പരത്തിയെടുക്കണം. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കണം, കട്ടി കൂടി പോരുത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് മസാലേൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ മസാലേൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലേൻ്റെ ഫില്ലിങ് കൂടാതെ നോക്കണം. ഈ ഒരു അളവിൽ മസാലേൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. നല്ല പൊട്ടിപ്പോയൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇത് നന്നായിട്ട് തിന്നായിട്ടൊന്ന് പരത്താൻ നോക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരിക്കലും മുങ്ങിപ്പൊരിക്കാൻ പാടില്ല, ഷാലോ ഫ്രൈ മാത്രം ചെയ്താൽ മതി. നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ തീ ഒന്ന് ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുക്കായാൽ മതി. അങ്ങനെ ഓവറായിട്ട് കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഉള്ളിൽ എല്ലാം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ മുത്തബക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുത്തബക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഓയിലിനെല്ലാം ഡ്രൈൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സ്നാക്കാണ്. ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻസിലൂടെ അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ.